പഴതും പോലെ എനിക്കിപ്പോൾ എവിടെന്നെങ്കിലും പോലെ പൊട്ടിയ വള കിട്ടുമോ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഒരു പൊട്ടിയ മോതിരം കിട്ടുമോ? ഞാനിപ്പോൾ അങ്ങനെ അൽഹംദുലില്ല 12,000 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 ദിവസം കടല്ല, ഒരു വിഷമവുമില്ല. അള്ളാഹു ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. ഇത്രയും പാവങ്ങളുടെ കല്യാണങ്ങൾ, ഒരു ഉറുപ്പ്യ കടല്ല. ഇപ്പോൾ 850 കുടുംബം ഉണ്ടാവും. ഇപ്പോൾ 1000-ഓളം ആകുന്നപ്പോൾ തോന്നുന്നത്. കുറച്ചിങ്ങനെ ഒരുങ്ങിയതാ. പിന്നെ ഒരു തലമുറ, അത് അതിൽ പറയാൻ പറ്റൂല, ഒരു തലമുറ അതൊരു നിർണായക ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ദേവർഷോൽക്കൊന്നും ഒരു പടിയില്ലാത്ത കൊണ്ട് കുറെ കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ട് കരുതരുതട്ടാ. ഞാനും ഇവരൊക്കെ പോലെ ചെറിയ സ്ഥാപനം നടത്തുന്ന ആളാണ്, കുറെ കുട്ടികളെയും പോയിട്ടുണ്ട്. അങ്ങനൊന്നും ഒരു പണി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ കെട്ടിച്ചടക്കാന്ന് തോന്നരുതട്ടാ. ഒരു നിർണായക ഘട്ടത്തിലാണ്. 2014 ആ ജില്ലയിൽ 100 ചില്ലാനും പെൺകുട്ടികളുടെ ഈമാൻ തരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അത് മൈക്കിലൂടെ പറയാൻ പറ്റൂല. അപ്പൊ അവിടുത്തെ ഉസ്താദുമാരും ഉമറാക്കൾക്ക് കൂടി അങ്ങ് ഇറങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് അങ്ങനത്തെ ഒന്നും കേൾക്കുന്നില്ല, ഇന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈ ഒരു തലമുറ കൂടെ അങ്ങ് ആയ ഒക്കെ റാഹത്താവും. അപ്പൊ ഞാനിപ്പോ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരു നിർണായക ഘട്ടത്തില് നമ്മൾ ഈ കല്യാണ വിഷയത്തിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് വളരെ പാവങ്ങൾ, ഈ പാടി എന്നൊക്കെ പറഞ്ഞ ചായത്തോട്ടത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പാവങ്ങളെ, 30-35 വയസ്സായ പെൺകുട്ടികളൊക്കെ ഒരു ഉമ്മയുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ? 10-36 വയസ്സുള്ള പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഉമ്മാന്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വർണം കൊടുക്കുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കാറില്ല. അപ്പൊ ആ ഉമ്മ ഉണ്ട് ഒരു കരച്ചില്. ആ ഉമ്മ പറഞ്ഞത് എന്താ അറിയോ? ഈ 36 വയസ്സുള്ള മോൾക്ക് ഇതുവരെ എൻ്റെ കുട്ടി ഒരു സ്വർണത്തിന്റെ മോതിരം പോലും ധരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാടികൾ താമസിക്കുന്ന ആ പാവങ്ങൾ. അവർക്ക് കഴിഞ്ഞ കൊല്ലം വരെ അവർക്ക് റൂമുകളൊക്കെ ഉണ്ടാക്കി ഒരു 10-25 ഉറുപ്പ്യ ഒപ്പിച്ചു കൊടുക്കാമെന്ന്. കൊല്ലം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ നമ്മളൊരു മോളെ ഇറക്കി വിടുമ്പോൾ നമ്മളെ സ്ഥിതി എന്താ, അത് ഓർത്തിട്ട് അങ്ങനെ ശൈഖുന പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, തട്ടാൻ പറ്റൂല. കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ കേട്ട് കാണും, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പല ആളുകൂടെ വന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉമ്മയോട്, ഉമ്മ 800ഓളം കുടുംബമായി, ഞാൻ അടുത്ത കൊല്ലാക്കാറ്. ആ ഉമ്മ മോൾക്ക് പുതിയാപ്ര ശരിയായ സന്തോഷത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത കൊല്ലാക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ഉമ്മയുടെ മനസ്സ്, ആ വെപ്രാളം കണ്ണീര് കാണണം. എന്നിട്ട് ആ ഉമ്മ പറയാ, എൻ്റെ 2 കിഡ്നി വിൽക്കാൻ വല്ല വഴിയുണ്ട്. ആ ഉമ്മയുടെ വാക്ക് അതുപോലെ പറയാം, ഇത് വിറ്റിട്ടെങ്കിൽ എൻ്റെ കുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വഴി. ഒരു തള്ളന്റെ മനസ്സാണ് മോളെ. നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള. കേട്ടല്ലോ, ഇന്ന് പാടന്തര മർക്കസിൽ ദേവർഷോൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 850ഓളം വധുവരന്മാർക്ക് കല്യാണം ഒരുക്കുകയാണ്. ഈ സമയത്തും ഉസ്താദിൻ്റെ ഈ ഘട്ടത്തിൽ വലിയ പ്രയാസമായപ്പോൾ സമൂഹത്തോട് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോക മലയാളികളാണത് ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് വലിയ തുകകളിലേക്ക് 6ഓളം കോടികളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. ഉസ്താദിന് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ലോകത്തോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഇതാണ്. ഇപ്പോഴും അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ടാവുമോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അത്തരം ആളുകൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് ഉസ്താദിൻ്റെ ഈ ഞാനിപ്പോൾ കേൾപ്പിച്ച ഭാഷണം. നിങ്ങളത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ വർഷം പറ്റൂല, അടുത്ത വർഷം ചെയ്യാമെന്ന് പറയുമ്പോൾ എൻ്റെ കിഡ്നി തരാം, അതൊന്ന് വിറ്റിട്ടെങ്കിലും കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു മാതാവിൻ്റെ വേദന, ആ വേദന കണ്ട ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് ആർക്കും സഹിക്കാൻ പറ്റൂലല്ലോ. മനസ്സ് ലളിതമാണെങ്കിൽ, മനസ്സിൽ കാരുണ്യം ഉണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഈ കാരുണ്യമില്ലാത്ത മനസ്സുകൾക്ക് ഇതൊന്നൊരു പ്രയാസമല്ല, അവർക്ക് എന്തും കേൾക്കാം. അത്തരം ആളുകളാണ് ഇത്തരം വിമർശനങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും നന്മകളെ മുടക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നന്മയെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ മുടക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മാഷാ അല്ലാഹ്, എന്തൊരു ചാരിതാർത്ഥ്യമായിരിക്കും അല്ലേ. 850ഓളം വധുവരന്മാരെ കല്യാണം ഇന്ന് കഴിഞ്ഞ് ഒരു വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞതിന് ശേഷം, പരിപാടി കഴിഞ്ഞ ശേഷം അവരൊക്കെ പിതാവായിട്ട് നിന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ടല്ലോ ദേവർഷോൽ ഉസ്താദിന്. മാഷാ അല്ലാഹ്, ഇതിനേക്കാളും വലിയ സന്തോഷം മറ്റെന്താ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് കാരണം കൊണ്ട്, ഇത്
ഇനി മുമ്പത്തെ കല്യാണത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്, ഒരു കടവും ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇതേ വാക്ക് അടുത്ത വർഷം ഉസ്താദിന് പറയാൻ സാധിക്കും. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞാലും പരമാവധി നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ സഹായിക്കും. ഒരു കടവും ഇല്ലാതെ ഉസ്താദിന് ഉണ്ടാകണം. ഈ വിഷയത്തിൽ നിന്ന് ഫതഹുണ്ടായി എന്നൊരു സന്തോഷ വാർത്ത നമുക്ക് കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.